കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 50ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ആരാധനാക്രമം എന്ന പ്രമാണരേഖയെ സ്വാധീനിച്ച വിവിധങ്ങളായ ആരാധനാക്രമ സമ്മേളനങ്ങളെക്കുറിച്ചാണ്. ആരാധനാക്രമം എന്ന പ്രമാണരേഖയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്വപ്നതുല്യമായ ചിന്ത പോലും ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠന കേന്ദ്രങ്ങളും പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുപോലെ ആരാധനാക്രമ സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സമ്മേളനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടത്തി. 1951 ജർമ്മനിയിലെ മരിയ ലാഹിൽ, 1952 ഫ്രാൻസിലെ എൽസാസിലെ ഒഡിലൻബർഗിൽ, 1953 ഇറ്റലിയിലെ ലുഗാനോയിൽ, 1954 ബെൽജിയത്തെ ലുവായിനിൽ, 1956 ഇറ്റലിയിലെ അസീസിയിൽ, 1958 സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് അടുത്തിട്ടുള്ള മൊണ്ടസറാത്ത് എന്ന മലമുകളിലെ മനോഹരമായ ആശ്രമത്തിൽ. ആ ആശ്രമം ആരാധനാക്രമ നവീകരണ പ്രസ്ഥാനത്തിന് വലിയൊരു പങ്ക് വഹിച്ചു. ഇന്നത് വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ പ്രശസ്തങ്ങളായ ആശ്രമങ്ങളുള്ള പ്രശസ്തങ്ങളായ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ആരാധനാക്രമ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. ആരാധനാക്രമ സമ്മേളനങ്ങളിൽ ആരാധനാക്രമ നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ആരാധനാക്രമ നവീകരണം എന്ന വിഷയം ഒരു അന്തർദേശീയ വിഷയമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതുവഴി ആരാധനാക്രമ നവീകരണത്തിന് ഒന്നാം ലോകമഹായുദ്ധത്തിന് മുൻപ് മാത്രമല്ല, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷവും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷവും വളരെയധികം പ്രാധാന്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ 12ാം പിയൂസ് മാർപ്പാപ്പ 1956 തൻ്റെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് വലിയൊരു ആരാധനാക്രമ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന് ആരാധനാക്രമ കോൺഗ്രസ് എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. ആരാധനാക്രമ കോൺഗ്രസ്സിൽ, ലിറ്റർജിക്കൽ കോൺഗ്രസ്സിൽ 90 മെത്രാന്മാർ പങ്കെടുത്തു, 12 ആബട്ടുമാർ പങ്കെടുത്തു. അങ്ങനെ 1500 അവരുൾപ്പെടെ ആൾക്കാർ പങ്കെടുത്ത ഒരു മഹാസംഭവമായിരുന്നു 1956 ആരംഭിച്ചത്. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ആരാധനാക്രമം എന്ന പ്രമാണരേഖ ചർച്ച ചെയ്തു എങ്കിൽ അതിന് തുടക്കമായി 17ാം നൂറ്റാണ്ട് മുതലുള്ള വിവിധ തലങ്ങളിൽ വളർന്നു വന്ന വലിയ പ്രസ്ഥാനങ്ങൾ, വ്യത്യസ്തങ്ങളായ മാസികകൾ, ഗ്രന്ഥങ്ങൾ, വിവിധങ്ങളായ ദേശീയവും അന്തർദേശീയവും പ്രാദേശികമായ സമ്മേളനങ്ങൾ, വിവിധ പുരോഹിതർ, റോമാനോ ഗുവാഡിനെ പോലുള്ള വിവിധ പുരോഹിതർ വിവിധ സ്ഥലങ്ങളിൽ യുവാക്കളെ സംഘടിപ്പിച്ചത്, യുവാക്കൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകളിൽ പതിവിന് വ്യത്യസ്തമായ രീതികളിൽ ബലി അർപ്പിച്ചത്, ഇതൊക്കെ അതുപോലെ തന്നെ ഗാനനമസ്കാരങ്ങളൊക്കെ മാതൃഭാഷയിൽ ചൊല്ലിയത്, അതുപോലെ തന്നെ ദ്വിഭാഷാ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, അങ്ങനെ വളരെ ഏതാണ്ട് ഒരു 3 നൂറ്റാണ്ട് കാലഘട്ടത്തെ ഒരുക്കവും പരിശ്രമവും നവീകരണങ്ങളും വിവിധ തലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ആരാധനാക്രമം എന്ന വിഷയം ചർച്ച ചെയ്യാനായിട്ട് എടുത്തത്. മുന്നോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചർച്ച ചെയ്തത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല, ആ ചർച്ച ചെയ്യുന്നതിനും വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആരാധനാക്രമ നവീകരണം എന്നത് ഒറ്റ സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു സംവിധാനമല്ല, നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്ന ഒരു മഹാസംഭവമായിരുന്നു.